മേ ബി ക്രിറ്റിസിസം തന്നിട്ടുള്ള പലതും ഇംപ്രൂവൈസേഷൻസിൻ്റെ പുറത്തായിരിക്കും. യു ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ഹരിഹരൻ ജി. പുള്ളി ഒരു പാട്ട് ഒരുപോലെ പാടുന്ന ഹരിജിയുടെ ഇംപ്രൂവൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡെലിബറേറ്റ് ആണ്. അദ്ദേഹം വെറുതെ തോന്നുമ്പോൾ വെറുതെ എന്തോ പാടുന്നതല്ല അദ്ദേഹത്തിൻ്റെ സംഗീതം. അദ്ദേഹത്തിനോട് ഇപ്പോൾ കുറേ സംസാരിക്കാനുള്ള, വൈകിയാണെങ്കിലും ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ നേരം സംസാരിക്കാനുള്ള ഭാഗ്യം എനിക്ക് കഴിഞ്ഞൊരു 2-3 വർഷമായിട്ട് കിട്ടി. ഇത്രയും വർഷം കാത്തിരുന്നിട്ട് ഇപ്പോഴാണ് എനിക്ക് ആ ഭാഗ്യം കിട്ടുന്നത്. ഹരിഹരൻജിയുടെ കൂടെ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേജ് ഇതരമായ രീതിയിൽ. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ 2 കാര്യങ്ങൾ. അദ്ദേഹത്തിൻ്റെ ഇംപ്രൂവൈസേഷൻസ് വളരെ ഡെലിബറേറ്റ് ആണ്, വർഷങ്ങളുടെ സാധകം കൊണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് അദ്ദേഹം ഒരു സംഗതി പാടുന്നു ഒരു പാട്ടിൽ. ഇപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പല പാട്ടുകളും എനിക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ സാധനം, അദ്ദേഹം ചെയ്യുന്ന ഒരു 99% കാര്യങ്ങളും എൻ്റെ സ്കില്ല് കൊണ്ട് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല, അതിലേക്ക് കടക്കുന്നില്ല. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പാടുന്ന ഒരു പാട്ട്, ഇപ്പം 2 പാട്ട്, ഇപ്പം നിലാകായികർ എന്നൊരു പാട്ട് അദ്ദേഹത്തിൻ്റെ ഒരു വെർഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഉയിരെ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഉയിരെ തന്നെ എടുക്കാം. അദ്ദേഹം എടുത്ത ഉയിരെ എന്നുള്ള പാട്ടിൽ, ആക്ച്വൽ പാട്ടിൽ കാതൽ இருந்தால் எந்தன் கண்ணோடு கலந்து விடு, காலம் தடுத்தால் என்னை மണ്ണോട് കലந்து വിട്. ഇതാണ് കോമ്പസിഷൻ. ഇത്രയേ ഉള്ളൂ പാട്ടിൽ. അദ്ദേഹം അത് ലൈവിലുണ്ട് പറഞ്ഞത്. ഇത് രാഗത്തിൽ ചാരുകേശിയുടെ അംശവും മറ്റൊരു രാഗത്തിൻ്റെ അംശവും ഉണ്ട്. റഹ്മാൻ സാറിൻ്റെ ജീനിയസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം അത് ഓഡിയൻസ് അറിയാതെ പ്ലേസ് ചെയ്തിരിക്കുന്നു. വളരെ വിഷാദമായുള്ള രാഗമാണ് ചാരുകേശി, വളരെ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ളൊരു പല്ലവിയാണ് ഉയരേക്ക്, വളരെ മെലങ്കളി ആയിട്ടുള്ളൊരു അനുപല്ലവി. ഇത് 2 രാഗത്തിൻ്റെയും അംശങ്ങൾ ഈ പാട്ടിലുള്ളതിനെ ഒരു സംഗതിയിലൂടെ അദ്ദേഹം എക്സിക്യൂട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. കാതൽ ഇരുന്താൽ സംഗതി, കാലം തടുത്താൽ, ഇത് 2ഉം അദ്ദേഹത്തിന് വെറുതെ തോന്നുന്നതല്ല. ആ രാഗത്തിൻ്റെ സാധ്യതകൾ അദ്ദേഹം അത്രയും പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇത്രയും അതിൻ്റെ ഒരു മെഷർമെൻറ്റ്. എനിക്ക് ഭയങ്കര ഗൂസ് ബംസ് വരുന്നൊരു കാര്യം, വളരെ മെഷേർഡാണത്. അതിങ്ങനെ ഒരു വലിച്ചു വാരി തൂവിയിടുന്ന ഒരു സംഗതിയല്ല അദ്ദേഹത്തിൻ്റെത്. അത് എണ്ണം പറഞ്ഞ് മനസ്സിൽ മെഷർ ചെയ്ത് 1000 തവണ പുള്ളി അത് എക്സിക്യൂട്ട് ചെയ്തിട്ട് ലൈവിൽ കൊണ്ട് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ വർഷങ്ങളുടെ പ്രാക്ടീസിലാണ് അദ്ദേഹത്തിന് ആ പ്രിസിഷൻ, അത്രയും വെറൈറ്റി അദ്ദേഹത്തിന് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ സന്തോഷമാണ് ഉണ്ടാക്കേണ്ടത്. നമുക്കുള്ള ആകെ പ്രശ്നം എന്താ, നമ്മൾ കേട്ടത് ഇങ്ങനെയല്ല, നമ്മൾ എന്ത് കേട്ടു എന്നുള്ളതിന് അത്രയ്ക്കൊരു വലിയ സ്ഥാനം കൊടുക്കേണ്ടതുണ്ടോ?